ഞാൻ ഫുൾ ടൈം നിന്നിങ്ങനെ വറക്കിയായിരുന്നു കരച്ചിൽ കേട്ടിട്ട്. എനിക്ക് എന്താ പറയാ, അങ്ങേയറ്റം വേദന സഹിച്ചു. നമ്മുടെ പാർട്ട്ണറുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ടുപേരും ഒറ്റ എന്താ പറയാ ഒരു മനസ്സായിട്ടാ ആ ഒരു എന്താ പറയാ ആ ഒരു ലെവർ റൂമിൽ നിൽക്കുന്നത് ഞാൻ കണ്ടത്. സോ നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും ഏത് ബേബിയാണെന്നുള്ളത്. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ പിന്നെ എത്തിയിട്ടുണ്ട്. ശരിക്കും പുതിയൊരു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത വ്ളോഗിന്റെ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും ഈ ഒരു വ്ളോഗ് വരാൻ പോകുന്നുണ്ടാവുക. അതായത് നമ്മുടെ മോമോന്റെ ഡെലിവറി ജേർണിയുടെ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നത്, നമ്മൾ അഡ്മിറ്റ് ആവാൻ വേണ്ടി വന്നതും ആ ഒരു ഇവിടുത്തെ മൊമെന്റ്സ് ഒക്കെ ഞാൻ വ്ളോഗ് എടുത്തിട്ട് ഇന്നലത്തെ വ്ളോഗായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കാണുക. സോ ഇന്നിപ്പം ഞാൻ രാവിലെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇന്നലെ ഏകദേശം റൂമൊക്കെ സെറ്റ് ആവാൻ വേണ്ടി അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 7 o'clock വരെയൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പം റൂം കിട്ടിയിട്ട് ആ സമയം വരെ റൂം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് പിന്നെ ലേറ്റ് ആക്കാൻ പറ്റില്ല, കാരണം മോള് വീട്ടിലുണ്ടായിരുന്നു, എനിക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. സോ ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് റൂമൊക്കെ കിട്ടി കേട്ടോ. റൂമൊക്കെ കിട്ടി സെറ്റായി. പിന്നെ രാത്രി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ പോയി. പിന്നെ ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോഴത്തേക്കും മോമോനെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവര് പെയിൻ വരാനുള്ള ഫസ്റ്റ് ഡോസ് മെഡിസിൻ കൊടുത്തിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതുവരെ പെയിൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് സെക്കൻഡ് ഡോസ് കൊടുക്കാനുള്ള എന്തൊക്കെയോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ രാവിലെ വന്നപ്പോൾ തന്നെ നേരെ പോയി ലേബർ റൂമിൽ ചെന്നിട്ട് പുള്ളിക്കാരെ കണ്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, പുള്ളിക്കാരി ഹാപ്പിയാണ്. എന്താ പറയാ, നല്ല ധൈര്യമായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഞാനും മാക്സിമം സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് കണ്ട് ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പം അവിടെ എല്ലാവരും വെയിറ്റിംഗിലാണ്. ഞാനും അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പം കുറെ നേരം ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അവിടെ നിറച്ച് അങ്ങനെ ആൾക്കാർ ഒരുപാട് കൂടി നിൽക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഒരു പേഷ്യന്റിന്റെ കൂടെ നമുക്ക് 3 പേർക്കൊക്കെ നിൽക്കാം, പക്ഷെ അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ വെറുതെ അവിടെ തിരക്കാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങ് പോയിരുന്നു. കുറച്ചു നേരം ഇവിടെ വന്നിരുന്നിട്ട് പിന്നെ പോകാന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഞാൻ റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കുകയല്ലേ, അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ആ ഒരു ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു. സോ അങ്ങനെയാണ് ഞാനിപ്പോ വ്ലോഗ് എടുക്കുന്നത്. പിന്നെന്താ വിശേഷം പറയാനായിട്ട്, ഞാൻ രാവിലെ കണക്ക് മോളെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അവള് പോകുന്നതിന് മുമ്പ് വരാന്ന് വെച്ചാൽ വലിയ ടാസ്ക്കാണ്. ഞാൻ ഇറങ്ങി വരുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് ബഹളം വെക്കും. സോ ആള് കാണാതെ ഞാൻ ആളെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് വന്നപ്പോഴത്തേക്കും അതുകൊണ്ട് പുള്ളിക്കാരിയെ എന്താ പറയാ അങ്ങോട്ട് ലേബർ റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയാനായിട്ടുള്ളത്, പിന്നെന്താ, ഞാൻ ഈ റൂമിന്റെ ഒരു ചെറിയ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പുറത്ത് നല്ല മഴയുണ്ട്. 2 ദിവസമായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോ പുറത്ത് ചെറിയ മഴയൊക്കെ ഉണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ഒക്കെയാണ്. പുതിയ എന്താ പറയാ, പുതിയ അതിഥിയെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ബ്ലസ് ചെയ്ത് പെയ്യുന്ന എനിക്ക് തോന്നുന്നു. എന്റെ തോന്നലായിരിക്കും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇപ്പൊ ടൈം ഏകദേശം ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ട്. സോ അപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മോമോനും ചേട്ടനുള്ള ഫുഡ് അവർ ഡയറക്റ്റ് അങ്ങ് ലേബർ റൂമിൽ കൊടുക്കും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ക്യാൻറ്റീനിൽ പോയിട്ട് നേരിട്ട് കഴിക്കാമെന്ന്. സോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിത് ക്യാൻറ്റീനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ്റെ ഒരു ലുക്കൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എന്ന് വെച്ചാൽ ബാക്കി ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിലൊന്നും നീറ്റ് അല്ലെന്നല്ല, എന്നാലും കുറച്ചും കൂടെ ഒരു നല്ല ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്തു. ലഞ്ചിനാണെങ്കിലും അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. അവർ നമുക്കത് ഹീറ്റ് ആക്കി തരും. ഞാൻ ചപ്പാത്തി ആയിരുന്നു കേട്ടോ കഴിച്ചത്. എനിക്ക് ലഞ്ച് കഴിക്കാനുള്ള ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. ഹായ് ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇതേപോലെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. മോമോന് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞത്. അവര് പിന്നെ അവിടെ നിന്ന് തന്നെ ലഞ്ചൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഞങ്ങൾ പിന്നെ ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തുണ്ടാവും സംശയമാണ്, കാരണം ഇതുവരെ പെയിൻ വന്നിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് നേരം ഇവിടെ കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മോമോന്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള സ്യൂട്ട് റൂം റെഡി ആയിട്ടുണ്ടെന്ന്. സോ അവര് ലേബർ റൂമിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുകയാണെന്ന്. സോ ഇപ്പൊ നമ്മളും അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഹായ് ഗൈസ്, അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം മോമോന്റെ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എന്താ പറയാ, എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നറിയില്ല. ഞാൻ
അത്ര ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം രാവിലെ വന്നപ്പം ഫസ്റ്റ് ഡോസ് മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വലിയ പെയിൻ ഒന്നും ഇല്ലായിരുന്നു, കൂളായിട്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഡോസ് മരുന്ന് കൊടുത്തപ്പോഴും വലിയ പെയിൻ ഒന്നും ഇല്ല, അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ എന്താ പറയാ, ഞങ്ങള് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കായിരുന്നു. അപ്പം ഇപ്പോഴൊന്നും ഉണ്ടാവില്ല, കുറച്ച് താമസിക്കുന്നൊക്കെ പറഞ്ഞു ഞാനും മോമുന്റെ അമ്മയും കൂടി റൂമിൽ വന്നു. ഞങ്ങള് ചുമ്മാ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് എനിക്കൊരു 3:30 4 o'clock ഒക്കെ ആയി കാണും. ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ സ്യൂട്ട് റൂം റെഡി ആയിട്ടുണ്ട്, സോ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുകയാണ്, 3rd ഡോസ് കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുകയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഷിഫ്റ്റ് ആവുകയല്ലേ. അപ്പോഴും ചോദിച്ചു പെയിൻ ഉണ്ടോ, അപ്പൊ ഇല്ല, വലുതായിട്ട് പെയിൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോർമലായിട്ട് പതുക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് പതുക്കെ ഞങ്ങൾ ചെന്നു, സ്യൂട്ട് റൂമിലോട്ട് ചെന്നപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം. എന്ന് വെച്ചാൽ 3rd ഡോസ് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞ് പിന്നെല്ലാം പടുപടേന്ന് നടന്നു. പെട്ടെന്ന് പെയിൻ വന്നു. എനിക്ക് തോന്നുന്നു ഒരു എല്ലാം കൂടി ഒരു 2 മണിക്കൂർ ആൾക്ക് നല്ല പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ റൂം സർവീസിന്റെ ആൾ വന്നു. സോ ഞാൻ നോക്കാൻ പോയതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് അങ്ങനെ 3rd ഡോസ് മെഡിസിൻ കൊടുത്തിട്ട് ഞങ്ങൾ സ്യൂട്ട് റൂമിലോട്ട് ഷിഫ്റ്റ് ആയെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആൾക്ക് നല്ല പെയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞ ഒരു 2 മണിക്കൂർ നല്ല രീതിയിൽ ആള് എന്താ പറയാ അനുഭവിച്ചു. സ്യൂട്ട് റൂം ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ആളുടെ ബഹളമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഞാൻ അവിടെ എന്താ പറയാ, ഞാൻ എന്റെ ഡെലിവറി എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ട് അനുഭവിക്കല്ലേ, അത് അങ്ങനെ പോയി. പക്ഷെ വേറൊരാള് അത്രയും സഫർ ചെയ്യുന്നതും കരയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങനെ ഉരുകിപ്പോയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അത്ര പ്രാർത്ഥിച്ചു തീർന്നു, പെട്ടെന്ന് വലിയ വേദന ഒന്നും അനുഭവിക്കാണ്ട് എന്താ പറയാ പെട്ടെന്നൊന്ന് ഡെലിവറി ആക്കി കൊടുക്കണേന്ന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എന്തായാലും ഒരു 2 മണിക്കൂർ ആള് എന്താ പറയാ അങ്ങേയറ്റം വേദന സഹിച്ചു. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് എന്തായാലും ഡെലിവറി ഭംഗിയായിട്ട് നടന്നു. പിന്നെ നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും ഏത് ബേബി ആണെന്നുള്ളത്. സോ ഞാൻ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗേൾ ബേബി ആയിരുന്നു. പക്ഷെ പൊട്ടിപ്പോയി, പാളീസായിപ്പോയി. ഗേൾ ബേബി അല്ല, ബോയ് ബേബിയാണ്. ഞാൻ ഒരു എന്താ പറയാ ഗേൾ ബേബീസിന്റെ എന്താ പറയാ എനിക്ക് കൂടുതലും കുറച്ച് ഗേൾ ബേബീസിനോട് ഒരു ആകർഷണം കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഗേൾ ബേബി ആണെന്ന് ഇങ്ങനെ വിചാരിച്ചോണ്ടിരുന്നു. പക്ഷെ ബോയ് ബേബിയാണ്. പക്ഷെ എനിക്ക് ബോയ് ആയാലും കുഴപ്പമില്ല, ഗേൾ ആയാലും കുഴപ്പമില്ല. എല്ലാം എന്താ പറയാ എന്റെ വാമി ആയാലും ശരി, ഈ വാവി ആയാലും ശരി, എനിക്ക് എന്റെ ഈക്വൽ ആണ് രണ്ടുപേരും. സോ അങ്ങനെ എന്തായാലും ആ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. വാവയെ കണ്ടു, നല്ല എന്താ പറയാ നല്ല കുട്ടപ്പനാണ്. എന്റെ മോളെ കണക്ക് തന്നെ, വാമിയെ കണക്ക് തന്നെ. ഡെലിവറി കഴിഞ്ഞ് എടുത്തോണ്ട് വരുമ്പോഴത്തേക്കും എന്റെ അങ്കിള്, അതായത് മോമൂന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ കരയാത്ത എന്താ, ബേബി കരയാത്ത എന്താ. അപ്പൊ ഞാൻ പറഞ്ഞ അങ്കിൾ അതൊന്നും പ്രശ്നമില്ല, വാമി ഇങ്ങനായിരുന്നു എടുത്തോണ്ട് വരുമ്പോഴത്തേക്കും അങ്ങനെ വലിയ കരഞ്ഞുകൊണ്ടൊന്നും വരുമായിരുന്നില്ല. ഒരു പൂച്ചേരെ നമുക്ക് എന്ന് പറഞ്ഞ് ചെറിയ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ആള് നല്ല പോലെ കരഞ്ഞത്. അതേപോലെ ആയിരുന്നു എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആള് നല്ല പോലൊക്കെ ഒന്ന് കരഞ്ഞ് വന്നത്. എന്തായാലും എന്താ പറയാ നല്ല ചക്കുടിക്കുട്ടനാണ്. ആളുടെ നോക്കട്ടെ, ഞാൻ പറ്റുമെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾ ആളുടെ ഫോട്ടോയോ വീഡിയോ ഒക്കെ ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ എന്തായാലും പറ്റില്ല, കാരണം അവിടെ കുറച്ച് തിരക്കൊക്കെ നടക്കാണ്. ജസ്റ്റ് കഴിഞ്ഞ ഒരു എന്താ പറയാ ഒരു 6 മണിക്കൊക്കെ ആയിരുന്നു ഡെലിവറി നടന്നത്. സോ ഇപ്പൊ അവിടെ അതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഫോണും കൊണ്ട് ഞാൻ പോകത്തില്ല, അത് മോശമാണ്. സോ പിന്നെ നമ്മുടെ സ്യൂട്ട് റൂമിലോട്ട് മാറിയതിനു ശേഷം കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും മോമൂന് അത്യാവശ്യം പെയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പുള്ളിക്കാരുടെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് പിന്നെ ഫോൺ എടുക്കാനൊന്നും പറ്റിയില്ല, തോന്നിയില്ല. സോ അതുകൊണ്ട് എനിക്ക് കുറെ എന്താ പറയാ ആ റൂമിന്റെ ഒരു വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഡെലിവറിക്കൊക്കെ നമ്മള് ഡെലിവറി റൂമിൽ കയറുന്ന അല്ലെങ്കിൽ ലേബർ റൂമിൽ കയറുന്നതിനെയും കാട്ടി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വേറെ ഒരാളിന്റെ ഡെലിവറിക്ക് പോയി നിൽക്കുക എന്നുള്ളത്, അത് കാണുക എന്നുള്ളത്. സോ കാണുക, പിന്നെന്താ പറയാ അവരുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ സത്യമായിട്ടും ഞാൻ ഫുൾ ടൈം നിന്നിങ്ങനെ വറക്കുകയായിരുന്നു കരച്ചിൽ കേട്ടിട്ട്. എനിക്കത് മോമ് കഴിയുമ്പോൾ എനിക്ക് എന്റെ ഡെലിവറി ടൈമിൽ അതൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഓർമ്മ വരുമായിരുന്നു. സോ എന്താ പറയാ ഞാൻ കുറെ നേരം ഒന്ന് കരയൊക്കെ ചെയ്തു, എനിക്ക് ആകെ പേടിയായി പോയി. അങ്ങനെ എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഡെലിവറി ഒക്കെ നടന്നു.
പക്ഷെ വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നമുക്ക് ഈ ഡെലിവറിയുടെ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ലേബർ പെയിൻ വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ പാർട്ട്ണറുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താ പറയാ, ഇനി അങ്ങോട്ട് എന്താ പറയാ, ഇതുപോലെ ഡെലിവറി ആവാനിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയാ, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ കൂടെ കയറ്റാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉള്ളൊരു ഓപ്ഷൻ സ്വീകരിക്കുക. കാരണം ആ സമയത്ത് നമുക്ക് പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു മോമോന്റെ കൂടെ ത്രൂ ഔട്ട് ഫുൾ ടൈം അത്രയും എന്താ പറയാ ശക്തിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു എന്റെ ബ്രദർ എന്ന് പറയുന്നത്. സോ രണ്ടുപേരും എന്താ പറയാ ഒരു മനസ്സായിട്ടാ ആ ഒരു എന്താ പറയാ ആ ഒരു ലെബർ റൂമിൽ നിൽക്കുന്നത് ഞാൻ കണ്ടത്. സോ അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഡെലിവറിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ബോണ്ടിങ് നേരിട്ട് ഞാൻ കണ്ടു. സോ എനിക്ക് ആ ഒരു കാര്യത്തിൽ എന്താ പറയാ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ ആ ഒരു ബോണ്ടിങ് അത്രയും വണ്ടർഫുൾ ആയിട്ട്, ഈ ഒരു അത്രയും മനോഹരമായിട്ട് ഈ ഒരു ഡെലിവറി നടക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഡെലിവറിക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ അവരോട് അയ്യോ ഞാൻ വരില്ല, അല്ലെങ്കിൽ എന്റെ അടുത്തോട്ട് അധികം കിടക്കണ്ട, എനിക്ക് പേടിയാ, അല്ലെങ്കിൽ എന്താ പറയാ വേണ്ട വേണ്ട ഞാൻ ആ പരിസരത്തോട്ടൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആലോചിക്കുക. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാക്കുന്ന ഒരു വലിയ ചേഞ്ച് ആയിരിക്കും. സോ ഒന്ന് ആലോചിക്കുക, നിങ്ങളുടെ കുഞ്ഞാണ്, നിങ്ങളുടെ വൈഫാണ്, നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അവരുടെ ഡെലിവറി മനോഹരമാക്കി കൊടുക്കും. അപ്പൊ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്താ വാവയുടെ ഫോട്ടോ ഒക്കെ ഇടാൻ നോക്കാം. ഉറപ്പില്ല, നോക്കാം. അതൊക്കെ അവരുടെ പാരന്റ്സിനോടൊക്കെ ചോദിച്ചിട്ടേ പറ്റത്തുള്ളൂ. മീൻസ് എന്റെ ബ്രദറിനോടും വൈഫിനോടൊക്കെ ചോദിച്ചിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എന്റെ പുതിയ വാവയുടെ ഫോട്ടോയോ വീഡിയോ ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നെന്തായാലും ഞാൻ ഈ വ്ലോഗ് അവസാനിപ്പിക്കാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ റൂമിൽ നിൽക്കായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നതാണ്. അവിടെ എല്ലാം ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പം മാക്സിമം നമ്മൾ പുറത്തോട്ടൊക്കെ നിന്ന് സഹകരിക്കണമല്ലോ. അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ താഴത്തെ റൂമിലോട്ട് വന്നതാണ്. ഇനിയിപ്പം ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകും. അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ എല്ലാം എല്ലാരെയും കണ്ട് ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകും. എന്നിട്ട് ഇന്നത്തെ പോലെ തന്നെ നാളെ രാവിലെ ഞാൻ എന്റെ മോളെ സ്കൂളിലൊക്കെ വിട്ട് അതിനുശേഷം ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പം ഇന്നിപ്പോ എന്തായാലും ഞാൻ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ എനിക്ക് ഇനി അവിടെ ചെന്നിട്ട് ഒന്നും കൂടെ വാവെ കാണാൻ പറ്റുമെങ്കിൽ കാണണം. ആണക്കെന്നെ മോമോനെ ഒന്നുകൂടെ കണ്ട് എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് ഞാനിപ്പോ ഇറങ്ങും. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഡെലിവറി പ്രതീക്ഷിച്ചല്ല. ഞാൻ ഇന്ന് പോയിട്ട് ഇങ്ങനെ എന്താ പറയാ, ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു, ഇന്ന് പോയിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമല്ലോ, ഇനി ഞാൻ പോകുന്ന സമയത്തെങ്ങാനും ഡെലിവറി നടക്കുമോ, അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാൻ വട്ടടിച്ചിരുന്ന. പക്ഷെ എന്തോ പെട്ടെന്നെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. എന്തായാലും ദൈവത്തിന് നന്ദി. എന്താ പറയാ, ഒരുപാട് സന്തോഷമായി, ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വ്ലോഗ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ നാളെ എന്താ പറയാ രാവിലെ ഞാൻ ഇതുപോലെ തിരിച്ചു വരും. ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വ്ലോഗിൽ പറയാം. അപ്പൊ മോമുവിന്റെ ഈ ഹോസ്പിറ്റൽ ഡെലിവറി വ്ലോഗ് കാണുന്ന നിങ്ങളുടെയൊക്കെ കൂടെ പ്രാർത്ഥന ഉണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവർക്കും നന്ദി. അപ്പൊ ബാക്കി വിശേഷങ്ങളോട് ഞാൻ നാളെ വരാം. അതുവരെ ബൈ ബൈ.